ഇനി റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന് എന്തോ കൗണ്ട് കുറഞ്ഞു പോയപ്പോൾ സുരേഷ് ഗോപിയെ വിളിക്കുന്നു. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ട് നിന്നും ഹെലികോപ്റ്ററിൽ വെല്ലൂർ എത്തിക്കുന്നു. മുതലാളിയെ തമിഴ്നാട് ഗവർണറുടെ ഹെലികോപ്റ്റർ പോലും തടഞ്ഞ് വെല്ലൂർ ഇറക്കി ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിലോ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ പ്രത്യേകം ആൾക്കാർ വരിയായി നിൽക്കുന്നു. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? സുരേഷ് ഗോപി. ഇതെല്ലാം പറയുന്നത് ആരാണ്? ചാനലിന്റെ മുതലാളി. എപ്പോഴാണ് പറയുന്നത്? സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം. നമസ്കാരം, അജയ്സ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്ലസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നമ്മൾ മലയാളികൾ എത്ര പേര് ഈ വാർത്ത വായിച്ചു അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾ നമ്മളെ അറിയിച്ചു എന്ന് എനിക്കറിയില്ല. അതുമല്ലെങ്കിൽ മലയാളികൾ എത്ര പേരെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു? ആരും കേട്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും നമ്മളെ അറിയിച്ചില്ല. പക്ഷേ ഈ ഒരു വാർത്ത ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഇപ്പോൾ വൈറലാണ്. കോൺഗ്രസിൻ്റെ ലക്നൗ ഓഫീസിൽ 100 കണക്കിന് മുസ്ലിം സ്ത്രീകളാണ് ജൂൺ 5-ാം തീയതി തടിച്ചുകൂടിയത്. വെറുതെ അങ്ങ് തടിച്ചുകൂടുകയല്ല ചെയ്തത്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ്സുകാർ കൊടുത്ത ഒരു ഗ്യാരണ്ടി കാർഡും ഉണ്ടായിരുന്നു. ആ കാർഡ് ആ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ ക്യാഷ് വാഗ്ദാനം ചെയ്യുന്ന ഒരു കാർഡ് ആയിരുന്നു. ജൂൺ 6-ാം തീയതി രാവിലെ തന്നെ നിരവധി സ്ത്രീകൾ കോൺഗ്രസിന്റെ ലക്നൗ ഓഫീസിലെത്തിയെങ്കിലും അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടന്ന റാലികളിൽ വിതരണം ചെയ്ത ഒരു കാർഡായിരുന്നു അത്. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊടുത്ത ഒരു ഫോം. അത് പൂരിപ്പിച്ച് കൊടുത്തവർക്കാണ് ഈ കാർഡ് കിട്ടിയത്. തീർത്തും ദാരിദ്ര്യത്തിലുള്ള കുടുംബങ്ങളിലെ ഗ്രഹനാഥയ്ക്ക് 1 ലക്ഷം രൂപ വീതം എല്ലാ വർഷവും വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു ആ കാർഡ്. മാത്രമല്ല, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 8,500 രൂപ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു ആ കാർഡ്. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടി കൊടുത്ത മധുര മോഹന വാഗ്ദാനം. ലക്നൗ നിയോജക മണ്ഡലത്തിലെ ചൗക്ക് ഏരിയയിലെ അനവധി വീടുകളിൽ ഈ ഗ്യാരണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. ചൗക്ക് ഏരിയയിൽ വീടുകളിൽ ഈ ഫോം കൊടുത്തിട്ട് അത് പൂരിപ്പിച്ച് ഉത്തർപ്രദേശ് കോൺഗ്രസിൻ്റെ ഓഫീസിൽ കൊടുത്ത് ഈ ഗ്യാരണ്ടി കാർഡ് കൈപ്പറ്റണം എന്നായിരുന്നു അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ. ഇത് അവിടെയുള്ള ഒരു വീട്ടമ്മ സറീന ബേഗ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചില സ്ത്രീകൾ കാർഡ് കിട്ടുവാനായി കോൺഗ്രസ് ഓഫീസിൽ എത്തിയിരുന്നു, പക്ഷേ അവർക്ക് കാർഡ് കൊടുത്തില്ല. എന്നാൽ മറ്റു ചിലർക്ക് കാർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിലെത്തുമെന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്തത്. കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ഗ്യാരണ്ടി കാർഡ് അവർ അധികാരത്തിലെത്തിയാൽ കൊടുക്കും എന്ന് പറഞ്ഞാണ് കൊടുത്തത് എന്നും, അവർ അധികാരത്തിലെത്താത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവർക്ക് സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കുവാനും ആകില്ല എന്നായിരുന്നു അവരുടെ ഭാഷ്യം. ഈ വാർത്ത നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു ചാനൽ ഒരു അന്തിച്ചർച്ച നടത്തിയത് നിങ്ങൾ കണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് പോലെ ഒരു സംഗതിയാണ്. ഇനി ഇത് BJP ആണ് ചെയ്തതെങ്കിലോ? കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കുമോ? എന്തൊക്കെയായിരിക്കും അവരുടെ കോലാഹലങ്ങൾ, അവരുടെ ചർച്ചകൾ? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലെ പ്രിന്റ് മാധ്യമങ്ങൾ അത് എത്രമാത്രം പൊതുജനം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ വിഷ്വൽ മാധ്യമങ്ങൾ, പ്രധാനമായും നമ്മുടെ മലയാള ചാനലുകളെയും ചേർത്താണ് ഞാൻ പറയുന്നത്. ഇരട്ടത്താപ്പേ, നിന്റെ പേരോ മലയാള മാധ്യമങ്ങൾ. ഇവിടം കൊണ്ടും തീരുന്നില്ല മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഒരുതരം സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. ഇതുകൊണ്ടായിരിക്കണം ഇവർക്ക് മാപ്രകൾ എന്ന ആരോ പേര് ഇട്ടുകൊടുത്തത്. സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലർ ഈസ് ആൻ ഓർഫൻ എന്ന് പറയാറുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ വാചകമാണ്. മലയാളത്തിലെ ഓരോ ചാനലുകളും ഇതാ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചു തുടങ്ങി. ഒരു ചാനൽ സുരേഷ് ഗോപിയുടെ നാട്ടിൽ പോകുന്നു, പഴയ കൂട്ടുകാരെയൊക്കെ തേടിപ്പിടിച്ച് ബൈറ്റ് എടുക്കുന്നു, പഴയകാല ചിത്രങ്ങൾ കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പോ ഈ മനുഷ്യൻ ജയിക്കാതിരിക്കുവാൻ ഈ ചാനലൊക്കെ പണിയെടുത്തത് കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. മലയാളത്തിലെ എല്ലാ ചാനലുകളും അങ്ങനെയായിരുന്നു. ഇനി റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന് എന്തോ കൗണ്ട് കുറഞ്ഞു പോയപ്പോൾ സുരേഷ് ഗോപിയെ വിളിക്കുന്നു. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ട് നിന്നും ഹെലികോപ്റ്ററിൽ വെല്ലൂർ എത്തിക്കുന്നു. മുതലാളിയെ തമിഴ്നാട് ഗവർണറുടെ ഹെലികോപ്റ്റർ പോലും തടഞ്ഞ് വെല്ലൂർ ഇറക്കി ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിലോ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ പ്രത്യേകം ആൾക്കാർ
വരി വരിയായി നിൽക്കുന്നു. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? സുരേഷ് ഗോപി. ഇതെല്ലാം പറയുന്നത് ആരാണ്? ചാനലിൻ്റെ മുതലാണ്. എപ്പോഴാണ് പറയുന്നത്? സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചാനലിലെ 4 സിംഹങ്ങൾ ഒരുമിച്ചിരുന്ന് സുരേഷ് ഗോപിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ദിവസക്കണക്കിന് ചർച്ച ചെയ്തപ്പോഴും ഈ മുതലാളി വാ തുറന്നില്ല. എന്തുകൊണ്ട് വാ തുറന്നില്ല? അന്ന് വാ തുറന്നാൽ അത് സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പിൽ മൈലേജ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഇവരാരും വാ തുറന്നില്ല. ഇന്നിപ്പോഴോ MP ആയി, മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ കിടക്കട്ടെ എൻ്റെ വക ഒരു സുഖിപ്പീര്. ഇതാണ് എല്ലാ മലയാള മാധ്യമങ്ങളുടെയും ലൈൻ. ആ ചാനലിലെ തന്നെ നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാർ ഇവാനിയോസ് കോളേജിൽ പഠിക്കുമ്പോഴും മറ്റും സുരേഷ് ഗോപിയുമായി ഇടപെട്ടതും അദ്ദേഹവുമായുള്ള സൗഹൃദത്തിൻ്റെയും കഥകളും പറയുന്നത് കേട്ടു. നല്ലത് തന്നെ. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിദ്വാനും കൂട്ടുകാരും എങ്ങനെയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാൻ സാധിക്കുക എന്നോർത്ത് തല പുകയ്ക്കുകയായിരുന്നു. ഇനിയും മാധ്യമ പ്രവർത്തകർ ഇജാതി കഥകളുമായി വരും, അല്ലെങ്കിൽ വരുന്നുണ്ട്. എല്ലാ ചാനലുകളിലും ഈ കഥകൾ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥിതിക്ക് സോപ്പിടുവാൻ പറ്റുന്ന സമയത്തെല്ലാം അതിടാമല്ലോ. സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിയെ ഒതുക്കി എന്ന മട്ടിലായി കേരളത്തിലെ മാപ്രകളുടെ ചർച്ച. എന്നാൽ കേരളത്തിലെ 2 പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടി, അതുകൊണ്ട് കേരളത്തിന് എന്തൊക്കെ ഗുണമാകും ഉണ്ടാകുക എന്ന മട്ടിൽ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ നെഗറ്റീവ് ചർച്ചകളുടെ തമ്പുരാക്കന്മാരാണ് ഇവർ എന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേറെ വേണം. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ഇടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു മാപ്രകളുടെ കണ്ടുപിടുത്തങ്ങൾ. മീഡിയ 1 ചാനലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പദവിയെക്കുറിച്ച് കുറച്ച് മയപ്പെട്ട ചർച്ചയും കഴിഞ്ഞ ദിവസം കണ്ടു. കേന്ദ്രമന്ത്രിയല്ലേ, ഇനി അധികം ഉപദ്രവിക്കേണ്ട എന്ന് കരുതി കാണും. വോട്ടെണ്ണുന്നതിന് തൊട്ടു മുൻപ് വരെ എങ്ങനെ ആ മനുഷ്യനെ ഇകഴ്ത്തി കെട്ടാമെന്ന് റിസർച്ച് നടത്തുകയായിരുന്നു ഈ ചാനൽ. അദ്ദേഹത്തെ പെണ്ണുകേസിൽ വരെ പെടുത്തിയതും ഇക്കൂട്ടർ തന്നെയാണ് എന്ന് ഓർമ്മിക്കണം. കേരളത്തിലെ എല്ലാ മാധ്യമ ചർച്ചകളും നെഗറ്റീവാണെന്ന് പറയാതെ വയ്യ. നോക്കൂ, ഈ ഇലക്ഷന് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും 99 240-നേക്കാൾ വലുത് എന്ന രീതിയിലായിരുന്നു ചർച്ചകൾ. മോദിയുടെ നയങ്ങളെ വിമർശിക്കാം, പരിപാടികളെ വിമർശിക്കാം, അതേപോലെ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു എന്നുകൂടി പറയണം. ഒരു ചാനൽ ചർച്ച മോദിക്ക് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കാൻ പറ്റുമോ എന്നായിരുന്നു. അങ്ങനെ ചർച്ച ആകുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ചർച്ച അതൊരു പരാജയത്തിലെ അവസാനിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് അത് നെഗറ്റീവ് ആകുന്നത്. ആ ചർച്ചയിൽ 1ഉം 2ഉം UPA സർക്കാർ എങ്ങനെയായിരുന്നു ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ കൊണ്ടുപോയത് എന്നത് മോഡി കണ്ടുപഠിക്കണം എന്ന് ഒരു രാഷ്ട്രീയ കാര്യ വിദഗ്ധൻ പറയുന്നതും കേട്ടു. സത്യത്തിൽ അന്നത്തെ ആ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ കൂട്ടുകൃഷിയായിരുന്നു കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് എന്നുകൂടി ആരെങ്കിലും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നാലും 2014-ലും 2019-ലും മോഡി നയിച്ചത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ തന്നെയായിരുന്നു. എന്നാൽ മോഡി തന്നെയായിരുന്നു തീരുമാനങ്ങളെല്ലാം എടുത്തത് എന്നും മന്ത്രിസഭയെ പോലും വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്ത നറേറ്റീവ്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് നോട്ട് നിരോധനവും ആർട്ടിക്കിൾ 370-യുടെ അബ്രഗേഷനും എല്ലാമാണ്. ഇത് സത്യമാണ് എന്ന് കരുതുന്ന ഒട്ടേറെ പേർ കേരളത്തിലുമുണ്ട്. എന്നാൽ സത്യം എന്താണ്? നോട്ട് നിരോധനം തന്നെ നോക്കൂ. മോദി തൻ്റെ മന്ത്രിസഭയെ അറിയിക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തു എന്ന് കരുതുന്ന വിഡ്ഢികളാണ് മലയാളികളിൽ ഭൂരിഭാഗവും. ക്യാബിനറ്റ്, RBI അങ്ങനെ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചു തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 370-യോ അങ്ങനെ തന്നെയാണ്, അതും തീരുമാനമെടുത്തിട്ടുള്ളത്. ആരും അറിഞ്ഞില്ല. പക്ഷേ അറിയേണ്ടവരെല്ലാം അറിഞ്ഞിരുന്നു. അറിയാത്തവർ ഉണ്ടായിരുന്നു, നമ്മുടെ മാപ്രകൾ. അവർ അറിഞ്ഞില്ല, അവർ ഒന്നും അറിയാറില്ല. BJPയുടെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിലും ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്ന കാര്യമാണെങ്കിലും മാപ്രകൾക്ക് ഒന്നും ചോർന്ന് കിട്ടാറില്ല. ജോർജ് കുര്യൻ്റെ കാര്യം തന്നെ നോക്കൂ. കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ കൂടെ എത്ര പേരെ മന്ത്രിയാക്കി? രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ. പക്ഷേ അവരാരും ജോർജ് കുര്യൻ്റെ പേര് ഊഹിച്ചു പോലുമില്ല. രഹസ്യങ്ങൾ അത് ഏത് നിലയ്ക്കാണെങ്കിലും എങ്ങനെ സൂക്ഷിക്കണമെന്നും എപ്പോൾ പുറത്തുവിടണമെന്നും അവർക്കറിയാം. പക്ഷേ ഒന്നും ചോർന്നു കിട്ടാത്തത് കൊണ്ടുള്ള സങ്കടവും വിഷമവും ദുഃഖവുമെല്ലാം മാപ്രകൾ ഇങ്ങനെ കരഞ്ഞ് തീർക്കുന്നു. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വാർത്തകളും പുറത്ത് അറിയാത്തത് കൊണ്ടും അതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും മാപ്രകൾക്ക് കിട്ടാത്തത് കൊണ്ടും അവർ കടുത്ത നിരാശയിലാണ്. അതുകൊണ്ടാണ് മോദിക്ക് അവർ ഡിക്റ്റേറ്റർ എന്ന് പേരിട്ടത്. അതിന് കൂട്ട് ധ്രുവ് റാത്തിയും. ദൃശ്യ പ്രിന്റ് മാധ്യമങ്ങളുടെ കേരളത്തിലെ ഹീറോ ഇപ്പോൾ ധ്രുവ് റാത്തിയാണ്. ഓർക്കണം, ഈ 2 കൂട്ടരും, അതായത് ദൃശ്യവും
പ്രിന്റും. ഈ രണ്ടു കൂട്ടരും ഏതെങ്കിലും ഒരു യൂട്യൂബറെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം സോഷ്യൽ മീഡിയ തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോട് അവർക്ക് വലിയ പുച്ഛവും കലിപ്പുമാണ്. പക്ഷേ ഒട്ടുമിക്ക ചാനലുകളും ഇപ്പോൾ യൂട്യൂബിലാണ് സ്ഥിരതാമസം. ആ സമയത്താണ് ഇവരുടെ രക്ഷകനായി ധ്രുവ് രാത്തി അവതരിക്കുന്നത്. മനോരമയും മീഡിയ വണ്ണും എല്ലാവരും ധ്രുവ് രാത്തിയെ ആഘോഷിക്കുന്നു. കാരണം ശുദ്ധ മോദി വിരോധം. സ്വാതി മലിവാളിനെ AAPയിലെ വിഭവ് കുമാർ ആക്രമിച്ചപ്പോൾ അവർ ധ്രുവ് രാത്തിയെ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല എന്ന് പരാതി പറയുന്നത് കേട്ടു. കേരളത്തിലെ മാധ്യമങ്ങളുടെ വരെ കണ്ണിലുണ്ണിയാണ് ഇപ്പോൾ ധ്രുവ് രാത്തി. പഴയൊരു ആം ആദ്മി പാർട്ടിക്കാരനായ ധ്രുവ് രാത്തിയെക്കുറിച്ച് കൂടുതൽ മറ്റൊരു അവസരത്തിൽ പറയാം. ജോർജ് സോറസിൻ്റെ പണം പറ്റുന്ന ഗ്രാൻഡും ഫെലോഷിപ്പുകളും എന്ന പേരിൽ പണം പറ്റുന്ന 150ഓളം മാപ്രകൾ ഇന്ത്യയിലുണ്ട്. മോദി വിരുദ്ധ വാർത്തകൾ, മണിപ്പൂർ കലാപം, വികസനത്തിനെതിരെയുള്ള വാർത്തകൾ, കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ മിഷനറി പരാജയപ്പെട്ടു, ഇങ്ങനെയുള്ള വാർത്തകൾ, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ, പിന്നെ ഇന്ത്യ മുഴുവനായും ഇപ്പോഴും ജാതി മേൽക്കോയ്മയും ജാതി വ്യവസ്ഥയും നിലനിൽക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ഇവരെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ. ഇങ്ങനെ ലേഖനങ്ങൾ എഴുതുന്നതിന് ഓരോ ലേഖനത്തിനും 30,000 രൂപയായിരുന്നു ഫെലോഷിപ്പായി കൊടുത്തിരുന്നത്. ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പാർട്ണർ ഉമീദിയാർ നെറ്റ്വർക്കാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉമീദിയാർ നെറ്റ്വർക്കിന്റെ പൊളിറ്റിക്കൽ വിങ്ങിനെ വരദ് പാണ്ഡെയും മീഡിയ വിങ്ങിനെ ധന്യ രാജേന്ദ്രനുമാണ് നിയന്ത്രിച്ചിരുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ധന്യ രാജേന്ദ്രനെ അറിയില്ലേ? ന്യൂസ് മിനിറ്റിന്റെ എഡിറ്ററാണ്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക ഉപദേഷ്ടാവിന്റെ തസ്തികയിലായിരുന്നു വരദ് പാണ്ഡെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വനിതകൾക്ക് വർഷം 1 ലക്ഷം രൂപ ഗ്യാരണ്ടി കാർഡ് വാഗ്ദാനം പ്രചരിപ്പിക്കുവാനും ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യുവാനുള്ള തട്ടിപ്പ് പരിപാടിയുടെ ബുദ്ധികേന്ദ്രം വരദ് പാണ്ഡെ ആയിരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് സലിൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നടത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. കാപട്യമാണ് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും മുഖമുദ്ര. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അജണ്ടകളുണ്ട്. രാഷ്ട്രീയമാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളാണ് നിഷ്പക്ഷമുഖം എന്ന രീതിയിൽ സ്വയം അവതരിപ്പിക്കുന്നതാണ് കുഴപ്പം. എല്ലാവർക്കും പക്ഷമുണ്ട്, അതാണ് സത്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്ന് ജോലി ചെയ്തിട്ട് മതേതരത്വം അത് 3 നേരവും വിളമ്പുന്നവർ അവർ ഏത് ചാനലിലാണെങ്കിലും അവരുടെ മുഖം എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.